ഈ പറയപ്പെടുന്ന ശരീഅത്തിന്റെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളിലേക്ക് വരെ എത്തിയിട്ടുള്ളത് അതിൻ്റെ മുൻഗാമികളാവുന്ന ആ പാരമ്പര്യ വഴിയിലുള്ള മഹത്തുക്കളാവുന്ന ആളുകളെ പറ്റി പരിശോധിച്ച് നോക്കിയാൽ അവർ ഓരോരുത്തരുടെ ചരിത്രവും അവരെ പ്രസവിക്കപ്പെട്ടോളം മുതൽ അവരെ മരണം വരെയുള്ള ചരിത്രങ്ങൾ ഒരാളല്ല ഒരുപാട് ആളുകൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ അവരൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ലഭിക്കപ്പെട്ട ഒരു സന്ദേശം, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നതായ ആ പരമ്പരയിലുള്ള മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ അവരുടെ ചരിത്രങ്ങൾ ഒരാളല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിലക്ക് അവരുടെ പവിത്രതക്ക് തകരാറ് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ള ഒരാളെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തള്ളപ്പെടും. അദ്ദേഹം മുഖേനുള്ളതായ ആ റിപ്പോർട്ട് സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ തള്ളപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശരിക്കും പരിശോധിച്ച് ഒരു നിലക്കും ആക്ഷേപ വിധേയരല്ലാത്ത എന്തെങ്കിലും നിലക്ക് ജീവിതത്തിലുള്ള വിശുദ്ധിക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ച ആളുകളാണെങ്കിൽ അത് രേഖപ്പെടുത്ത ആളുകൾ മുഖേന ലഭിക്കപ്പെടുന്നതായ സന്ദേശങ്ങൾ അത് സ്വീകരിക്കപ്പെടില്ല. അത്ര പവിത്രമായും കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഒരു ശൃംഖലയാണ് ഈ ശൃംഖല, ഈ പാരമ്പര്യ ശൃംഖല. അപ്പം അതാണ് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട ആ ആശയ ആദർശങ്ങൾ അത് പരിപൂർണമായി ഉറപ്പുവരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പ് വരുത്തപ്പെട്ടതിൻ്റെ ശേഷം ആ ആശയാദർശങ്ങൾക്ക് ഇവിടെ ഒരു നിലക്കും പിന്നെ വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷ്യമാണ്. പിന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതിന് അതിൽ വിവരിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസപരമായി ധാർമ്മികമായ വിദ്യാഭ്യാസം, ഭൗതികമായ വിദ്യാഭ്യാസം, അത് വിശുദ്ധമാവുന്ന ശരീഅത്തിനോട് എതിരല്ലാത്ത ഏതെല്ലാം വിദ്യാഭ്യാസമുണ്ടോ ആ വിദ്യാഭ്യാസം, അത് സ്ത്രീ വിദ്യാഭ്യാസമാണെങ്കിലും പുരുഷ വിദ്യാഭ്യാസമാണെങ്കിലും, സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർക്കുന്നവരാണെന്നൊക്കെ പറയലുണ്ട് ആരോ ചിലർ. സ്ത്രീ വിദ്യാഭ്യാസത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തിട്ടില്ല. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ശൃംഖലയുള്ള ആരും അതിനെ എതിർത്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തിട്ടില്ല. അപ്പോൾ എല്ലാ ശരീഅത്തിനോട് എതിരല്ലാത്ത എല്ലാ വിദ്യാഭ്യാസം, ഭൗതികമായ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതിനൊക്കെ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുക എന്നുള്ളത് സമസ്തൻ്റെ ലക്ഷ്യമാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡുണ്ട്. അത് ആ നിലക്കുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് അത് നേതൃത്വം നൽകുന്നത്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായിട്ട് പല സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് തന്നെ പ്രത്യേക വിദ്യാഭ്യാസത്തിൻ്റെ 1-2 സംവിധാനങ്ങളുണ്ട്. അത് ഓരോ സംവിധാനത്തിലും പല നിലക്കുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ ആ നിലക്ക് ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല ഇവിടെ പോഷിപ്പിച്ചെടുക്കുക. മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം, ഇവിടുത്തെ മനുഷ്യ സ്നേഹം, ഈ രാജ്യത്തിൻ്റെ പുരോഗതി, ഈ രാജ്യത്തിൻ്റെ നന്മക്ക് തകരാറുണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് പോകരുത് എന്ന് അനുയായികളെ പൂർണ്ണമായും ശാസിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട്
വിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പോലെ എല്ലാ മതങ്ങളോടുള്ളതായ ആ മതമില്ലാത്തവരോടുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ആ പരമ്പരാഗതമായ സ്വഭാവം സംരക്ഷിക്കപ്പെടുക, ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെയാണ് 20 വർഷ കാലഘട്ടത്തിനുള്ളിൽ ഈ സംഘടനയുടെ പേരിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു പെട്ടി കേസ് പോലും ഇല്ലാതെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ നിലക്ക് പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് മനസ്സിലാക്കിയതാണ്, ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയതാണ്, ഇവിടുത്തെ നിയമപാലകരൊക്കെ മനസ്സിലാക്കിയതാണ് ഈ സംഘടനയെ സംബന്ധിച്ച്.